അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ മനുവേട്ടൻ്റെ വീട്ടിലാണ്. പുള്ളിയുടെ ഫോൺ റിങ് ചെയ്യുന്നു. അപ്പോഴത്തേക്കിന് പുള്ളി വന്ന് നോക്കുമ്പോൾ ദേ അലീന. അപ്പോഴത്തേന് പുള്ളിക്ക് ഭയങ്കര സന്തോഷം. മുഖത്തൊക്കെ വല്ലാത്തൊരു രക്തപ്രസാദം. ശരിക്കും ബ്ലഷൊക്കെ ആയി പുള്ളിക്ക്. എന്നിട്ട് പുള്ളി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോഴത്തേക്കിന് ഹലോ എന്നൊക്കെ ഇങ്ങനെ പതിഞ്ഞ സൗണ്ടിൽ പറയുന്നു. അപ്പോഴത്തേനോട് അലീന ഹലോ എന്നാ ഉണ്ട് എന്ന് ചോദിക്കുകയാണ്. പിന്നെ എവിടെയാണെന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കിനും പുള്ളി പറയുന്നത് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് പെണ്ണെ, അല്ലാണ്ട് എവിടെ പോകാനാണ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ അലീന പറയാണ് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ചെക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ ഭയങ്കര ഫണ്ണായിട്ട് ഇങ്ങനെ ചിരിക്കുന്നു രണ്ടുപേരും കൂടെ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ മനുവേട്ടൻ പറയാണ് പറ നിൻ്റെ വിശേഷങ്ങളൊക്കെ പറ 1 by 1 ആയിട്ട് ഞാൻ കേൾക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ തിരിച്ച് അലീന ചോദിക്കുകയാണ് അവിടുത്തെ വിശേഷം എന്നാന്ന് പറ, എന്നാ ഉണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കിനും പുള്ളി പറയാണ് ആ സുഖമായിട്ട് വസിക്കുന്നു കൊല്ലപ്പള്ളി കൈതയ്ക്കൽ മാളിക വീട് എന്നിങ്ങനെ മനുചേട്ടൻ പറയുമ്പോഴത്തേക്കിനും ബാക്കി കംപ്ലീറ്റ് ആക്കുന്നത് അലീനയാണ്. മനുശങ്കരമേനോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കര സെറ്റപ്പായിട്ട് എന്തൊക്കെ പറഞ്ഞു. സംഭവം ഗ്രിഞ്ചാണെങ്കിലും പുള്ളിക്കാരൻ ഇങ്ങനെ ചോദിക്കുകയാണ് അവിടെ ഹിസ് ഹൈനസ് റിട്ടയർഡ് ആൻലി ജോസഫ് എന്നാ പറയുന്നു. അപ്പോഴത്തേനും അലീന പറയണം അദ്ദേഹം കൃത്യമായിട്ട് ഓർഡേഴ്സൊക്കെ പറയുന്നു, അതവിടുത്തെ ഭർത്തന്മാർ കൃത്യമായിട്ട് അനുസരിക്കുന്നു, ഒരു മിലിറ്ററി ബാക്കപ്പ് മാത്രമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അവിടെ മനുവേട്ടൻ ചോദിക്കണം നിങ്ങൾ ഇതുവരെ സെറ്റൊന്നും ആയില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പം പുള്ളിക്കാരത്തി പറയുകയാണ് സെറ്റൊക്കെ ആയി കുഴപ്പമില്ല. അപ്പം ചോദിക്കുന്നതിനും പറയേണ്ടത് സ്നേഹമൊക്കെയാണ് എന്നാലും നമ്മുടെ അച്ഛനെ പോലെ എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് കമ്പയർ ചെയ്യുമല്ല ഞാൻ പുള്ളിയുടെ ആ ഒരു മിലിറ്ററി പട്ടാളച്ചിട്ടയാണ് എല്ലാത്തിലും ഇങ്ങനെ കയറി ഫ്രണ്ടിൽ നിൽക്കണത്. എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഒരു കമാൻഡിങ് പവറാണ് എല്ലാത്തിലും എന്നൊക്കെ ഇങ്ങനെ പറയണം. ഇങ്ങനെ അലീനയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ മനുവേട്ടൻ. ഈ പറയുന്ന മിലിറ്ററി ഓഫീസേഴ്സൊക്കെ എങ്ങനെയാണ് അവർ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ലൈഫ് ഫോളോ ചെയ്ത് പോയതുകൊണ്ട് അത് പെട്ടെന്ന് അവർക്ക് മാറ്റാനായിട്ട് പറ്റത്തില്ല. പിന്നെ പ്രത്യേകിച്ച് ഓഫീസേഴ്സ് അതുപോലത്തെ കൃത്യനിഷ്ഠതയോടെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നൊക്കെ പറയണം. അപ്പോൾ ഇങ്ങനെ അവൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗംഗാധരനങ്കിളോ. അപ്പോൾ പറയുകയാണ് പുള്ളി റിട്ടയർഡ് കുറേ നാളായില്ലേ എങ്കിലും അദ്ദേഹത്തിനൊരു ലൈഫൊക്കെ തന്നെയാണ്, പിന്നെ ഡിസിപ്ലിൻ ഭയങ്കര കടുപ്പാണെന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കിന് നമ്മുടെ അലീന പറയണം മിക്കവാറും ഞാനും കേണലും കൂടെ ഏറ്റുമുട്ടും എന്നാ തോന്നണേ. അപ്പോൾ ഇങ്ങനെ പുള്ളിക്കാരത്തിന് ചോദിക്കുകയാണ് ഒരു കേണലിനോട് ഏറ്റുമുട്ടാനുള്ള ധൈര്യമൊക്കെ ഇതിൽ കൊണ്ടുപോകണേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അവൾ പറയണം നിവർത്തിയുടെ എന്നാൽ എന്നാ ചെയ്യും. അപ്പം നമ്മുടെ മനുവേട്ടൻ ചോദിക്കണം ഇപ്പം ശരിക്കും എന്നാ പ്രശ്നം എന്നാന്ന് നീ അപ്പം പറയണം ഒന്നാമത്തെ പ്രശ്നം കുടിയാണ്. രാവിലെ തുടങ്ങിയ കുടി വൈകുന്നേരം വരെ കുടിയാണ്. മനുവേട്ടൻ ഇങ്ങനെ ചോദിക്കുകയാണ് ആളെ ഹെൽത്തി അല്ലേ ഇങ്ങനെയൊക്കെ കുടിക്കുന്നെങ്കിലും എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ അലീന പറയാണ് ആർക്കറിയാൻ മനുവേട്ടാ നമുക്കറിയില്ലല്ലോ, പുറമേ കാണുമ്പോൾ ഹെൽത്തിയാണ് ഓക്കെയാണ്, പക്ഷേ ഇൻറ്റേർണലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ പറയാണ് ബ്രിജിത്താമ്മ ഒരിക്കൽ പോലും അങ്ങനൊന്നും ചെയ്യാത്ത ബ്രിജിത്താമ്മ ലിവർ സിറോസിസ് വന്നിട്ടാണ് മരിച്ചു പോയത്. അപ്പോൾ ഈ മുഴുകുടിയാൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ എന്നിങ്ങനെ പുള്ളിക്കാരത്തി പറയാണ്. അപ്പം നമ്മുടെ മനുവേട്ടൻ ചോദിക്കുകയാണ് നീ പുള്ളിക്കാരൻ കുടി നിർത്തുമോ ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പറയാണ് മിക്കവാറും പല സമരമുറകളും വേണ്ടി വരും, ചിലപ്പം ഞാൻ നിരാഹാരം വരെ കിടക്കേണ്ടി വരും. അപ്പോഴത്തേനും മനുവേട്ടൻ കുറച്ച് സെൽഫിഷായി. എന്നിട്ട് അവളോട് പറയാണ് വേണ്ട അവനവൻ്റെ ആരോഗ്യം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടികളും നമുക്ക് വേണ്ട. എന്നിട്ട് ഇങ്ങനെ അലീന പറയണം ആ മനുവേട്ട ഒരു കാര്യമുണ്ട് പറയാം. ഇങ്ങനെ പറയാണ് ഇവിടെ കുറച്ച് വേലക്കാരുണ്ട്, അവരൊക്കെ ഈ പറയുന്ന യജമാനോട് യാതൊരു തരത്തിലുള്ള നീതിയും ഇതും കാണിക്കാത്ത കുറച്ച് ആൾക്കാരാണ്, ഇവിടുത്തെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു കൊള്ളസങ്കേതമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേനും മനുവേട്ടൻ പറയണം ആദ്യം നീ വേറെ ഉറപ്പിക്കുക, അതിന് ശേഷം മതി നിൻ്റെ ചലഞ്ചൊക്കെ. വീണ്ടും അലീന പറയണം വേറൊരു സംഭവം ഉണ്ടായി കേട്ടോ, അതായത് ഈ കേണലിൻ്റെ ഒരു അപ്പനുണ്ട് ഔതക്കുട്ടിച്ചായൻ, പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു എന്നെ ഇവിടെ ഓടിക്കാനായിട്ട് രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അന്നേരം ഇങ്ങനെ മനുവേട്ടൻ ചോദിക്കണം എന്നിട്ട് എന്താ ഞങ്ങൾ രണ്ടുപേരും ഒരു ടീമാണ്. അപ്പോഴത്തേക്കിന് നമ്മുടെ മനുവേട്ടൻ പറയണം ഓ അപ്പോഴത്തേന് പുള്ളിക്കാരൻ്റെ നീ വളച്ചതിൻ്റെ കയ്യിലാക്കിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ അലീന പറയാണ് പുള്ളിക്കാരൻ്റെ വൈഫ് ചിന്നമ്മ പാവം നേരത്തെ മരിച്ചുപോയി, പക്ഷെ ആ പുള്ളിക്കാരത്തിയുടെ സെയിം പകർപ്പാണ് ഞാനെന്നാണ് എല്ലാവരും പറയുന്നത്. ആ ഫേസുള്ള എന്നെ കണ്ടപ്പോഴത്തേന് കുട്ടിച്ചായൻ ഫ്ലാറ്റായി എന്ന് പറയാണ്. എന്നിട്ട് പുള്ളിക്കാരത്തി പറയാണ് വേറൊരു കാര്യമുണ്ട് അറിയാമോ, ഈ പറയണ പോലെ ആ അമ്മ മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാനുണ്ടായി. അവിടെ മനു പറയുകയാണ് അപ്പം അങ്ങനെ മരിച്ച ആ ചിന്നമ്മ നിൻ്റെ കൂടങ്ങട് കയറി കാണും, അതായിരിക്കും നിൻ്റെ സക്സസ് എന്ന് നീ അങ്ങ് വിചാരിച്ചാൽ. അപ്പോഴത്തേക്കും നമ്മുടെ അലീന ഭയങ്കര ഇമോഷണലായിട്ട് പറയാണ് അല്ല മനുവേട്ടാ സക്സസ് എന്ന് പറയുന്നത് എൻ്റെ ബ്രിജിത്താമ്മയായിരുന്നു, ബ്രിജിത്താമ്മി കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാവരും, ബ്രിജിത്താമ്മയുടെ പുറകിലാണ് എല്ലാവരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് മനുവേട്ടൻ പറയാണ് എന്നാൽ ഓക്കെ ശരി. എന്നിട്ട് ഇങ്ങനെ അവൾക്കൊരു അഡ്വൈസ് കൊടുക്കണം, അങ്ങനെ നീയും ചായനും കൂടെ ഒരു കാര്യം ചെയ്യും കുളത്തുപ്പുഴി അങ്ങ് വെച്ച് കൈ അടക്കുന്നേ, അപ്പോഴേക്കും ഹാപ്പി ആയിട്ടിരിക്കും ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വെക്കാൻ പോകുന്നു. അപ്പോഴത്തേനോട് അലീന ഇങ്ങനെ കൊഞ്ചിക്കൊണ്ട് പറയാണ് ശേഷം വിശേഷങ്ങൾ അടുത്ത കോളിൽ എന്നും പറഞ്ഞിട്ട് കോൾ വെക്കുന്നു. എന്നിട്ട് കോൾ വെച്ചിട്ട് രണ്ടുപേരും ക്ലോസപ്പാണ്, രണ്ടുപേരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, രണ്ടുപേർക്കൊരു നാണമൊക്കെ. അതിൻ്റെ ഇടയ്ക്കൂടെ മനുവായിട്ട് ഇങ്ങനെ ആ കുളത്തൂപ്പുഴ പുള്ളി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവരുടെ ആ ഒരു സീനും കൂടെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ വീണ്ടും കടപ്പാട്ടൂർ വീടാണ്. ഔട്ടിങ്ങിന് പോയവരൊക്കെ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇങ്ങനെ
ബാലേന്ദ്രൻ വണ്ടി നിർത്തിയിട്ട് ഇവർക്ക് മൂന്നുപേർക്കുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യം, നിങ്ങൾക്ക് അറിയാമല്ലോ എന്തിനാണ് അവൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ ഈ വീട് വിട്ട് അലീന പോയതെന്ന്. അപ്പം രോഹി പറയണ അറിയാം. അപ്പം അത് നിങ്ങളുടെ അമ്മ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാനായിരുന്നു. ഇങ്ങനെ പറയാണ്, പുള്ളിക്കാരത്തിക്ക് നഷ്ടപ്പെട്ടു എന്നും പുള്ളിക്കാരത്തി വിചാരിക്കുന്നൊരു കാര്യമുണ്ട്. ഈ വീടിൻ്റെ ഒരു അധികാരം അത് തിരിച്ചു പിടിക്കാനാണ് പുള്ളിക്കാരത്തി ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ആയുധമായിട്ടാണ് നിങ്ങളെ അവൾ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അതായത് എന്നും ഇങ്ങനെ ഫുഡൊന്നും പോയി പുറത്ത് പോയിട്ട് കഴിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കി സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് എപ്പോഴും ഒരു റിബല്യസ് ആവാതെ കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. നിങ്ങളുടെ കാര്യം നിങ്ങൾ അങ്ങനെ വേണം നോക്കാൻ, എൻ്റെ കാര്യം നിങ്ങൾ വിട്ടേക്കുക. അപ്പം അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു.